പ്ലെയർ വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നതിനെക്കാട്ടി വളരെ മികച്ചൊരു ഫുട്ബോൾ പ്ലെയർ അദ്ദേഹത്തിന് ആകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാണ് അദ്ദേഹത്തെ ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റാതായി പോയത്. എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് ലിയോൺ അഗസ്റ്റിനാണ്. ലിയോൺ അഗസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ഇമേജ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഇമേജ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് അദ്ദേഹത്തിന് ആ ഒരു സഹി ഫൗൾ ചെയ്യുന്ന ആ ഒരു പെനാൽറ്റിയിലേക്ക് പോകുന്ന ഒരു ഇമേജാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. സോ എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്, ലിയോൺ അഗസ്റ്റിനെ കുറിച്ചും പറയാനുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 300 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അത് അവിടേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ലിയോൺ അഗസ്റ്റ് ഞാൻ അദ്ദേഹം സന്തോഷ് ട്രോഫി കളിക്കുന്നിടം മുതൽ വാച്ച് ചെയ്യാൻ തുടങ്ങിയൊരു പ്ലെയറാണ്. അദ്ദേഹം ഒരു മുൻ കേരള ഫുട്ബോളറിൻ്റെ മകൻ കൂടിയാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കളിയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യയുടെ ഫ്യൂച്ചറായി മാറുന്നൊരു പ്ലെയർ ആയിരിക്കും ലിയോൺ അഗസ്റ്റിൻ. കാരണം അത്ര മികച്ച രീതിയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സന്തോഷ് ട്രോഫി എനിക്ക് തോന്നുന്നു കോവിഡ് എന്തോ ആയതുകൊണ്ടാണെന്ന് നടക്കാതിരുന്നത് ആ ഒരു ലിയോൺ അഗസ്റ്റിൻ ഭാഗമായ ഒരു സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടീം മികച്ച ടീമായിരുന്നു. തുടരെ എല്ലാ ടീമുകളെയും പരാജയപ്പെടുത്തി ലിയോൺ അഗസ്റ്റിൻ ഭയങ്കര മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്നൊരു സന്തോഷ് ട്രോഫി ആയിരുന്നു. ആ ഒരു സമയത്താണ് എനിക്കൊന്ന് ബംഗളൂരു അദ്ദേഹത്തെ പൊക്കുന്നത്. അവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞാൽ ബംഗളൂരു എഫ് സിയിലാണ് ചെല്ലുന്നത്. ബംഗളൂരു എഫ് സി അതിന് പ്ലേയിങ് ടൈം ഒന്നും കിട്ടിയില്ല. നല്ല വിങ്ങേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഉദാന്ത പോലുള്ള ഉദാന്തയൊക്കെ മികച്ച ഫോമിലായിരുന്നു, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു സമയത്ത് ലിയോൺ അഗസ്റ്റിനും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു യങ് പ്ലെയർ എന്ന രീതിയിലായിരിക്കും അവർ മാറ്റി നിർത്തിയത്. എന്തായാലും പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പഞ്ചാബിലേക്ക് പോകുന്നു. പഞ്ചാബിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു പഴയ ഫോമൊക്കെ പോകുന്നു. ഇന്നലത്തെ ആ ഒരു കളിയിൽ, അത് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു കളിയിലാണ്, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിയാണ്, അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിലൊരു കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അതായത് ആ ഒരു 2 ഗോളിലും അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പങ്കുണ്ട് എന്ന് തന്നെ പറയാം. ആ ഒരു പെനാൽറ്റിയിലാണെങ്കിലും രണ്ടാമത്തെ ഗോളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രീ അസിസ്റ്റൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ അതായത് ഈ ഒരു കരിയർ ഇല്ലാതാക്കാനുള്ള കാരണം എനിക്ക് തോന്നിയതാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗം ഭയങ്കര രീതിയിൽ കൂടുതലായിരുന്നു. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൊരു കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗം കൂടിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം ഔട്ടും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഗെയിമിലേക്കുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ടൊരു ലിയോൺ അഗസ്റ്റിനല്ല. പിന്നീട് ഇങ്ങോട്ടൊരു സ്റ്റേജ് മാറുമ്പോൾ, അതായത് ബംഗളൂരു എഫ് സിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴും പിന്നെ പഞ്ചാബിലേക്ക് വരുമ്പോഴും ആ ഒരു ലിയോൺ അഗസ്റ്റിനെ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഉദയം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ അദ്ദേഹം ഗെയിമിൽ കുറച്ചുകൂടെ ഫോക്കസ് ആവണം. നല്ല ടാലൻ്റുള്ളൊരു പ്ലെയറാണ്. സോ ഗെയിമിൽ ഫോക്കസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഭയങ്കര വൈകാരികമായിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടു നമ്മൾ ആ ഒരു പെനാൽറ്റി കിട്ടിയപ്പോൾ. അതുപോലെ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഇമേജ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. സാധാരണ അങ്ങനെ ചെയ്യാത്തൊരു കാര്യമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ഈ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു ഇമേജ് പങ്കുവച്ചതിനെ കുറിച്ച്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് കാണുന്നവർ ഗുഡ് ബൈ.